നമസ്കാരം. നമസ്കാരം. അലക്സാഞ്ചന ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ആക്സസ് ബാർ പ്രാക്ടീഷണറും ഫെസിലിറ്റേറ്ററുമായ ശ്രീ അനീഷ് കുമാർ സാറാണ്. സാറിൻ്റെ സ്ഥലം കോട്ടയമാണ്. നേരത്തെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ് BSS വക ഒരു നാഷണൽ അവാർഡ് ലഭിച്ചത്. അതായത് ഒരുപാട് പേർക്ക് ഹീലിംഗ് കൊടുക്കുക, ഒരുപാട് കുട്ടികളിലേക്ക് എത്തിച്ചു. അപ്പോൾ അങ്ങനെ താങ്കൾ വലിയൊരു സേവനമാണ് ചെയ്തത്. അതിന് വേണ്ടിയിട്ടൊരു എന്താ പറയുക നല്ലൊരു അവാർഡ് തന്ന് താങ്കളെ ആദരിക്കുകയുണ്ടായി. അത് നമ്മളൊന്ന് കാണിക്കുകയൊക്കെ ചെയ്തതാണ് അല്ലേ, വീഡിയോയിൽ കാണിച്ചിരുന്നു. അങ്ങനെ താങ്കൾ അതിൽ ആ ഒരു ജേർണിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആക്സസ് ബാർ എന്ന് പറയുമ്പം നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തുകൊണ്ട് പലർക്കും അറിയാം അതൊരു ഹോളിസ്റ്റിക് ഹീലിംഗ് ആണെന്നും നമ്മുടെ ബ്രെയിൻ ബേസ്ഡ് ആയിട്ടുള്ള 32 പോയിൻറ്റ്സിൽ നമ്മൾ വിരലുകൾ പതുക്കെ ടച്ച് ചെയ്തുകൊണ്ട് ഹീൽ ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അപ്പം താങ്കൾ ആ മേഖല തന്നെ തിരഞ്ഞെടുക്കാനും പിന്നെ അത് തന്നെ പഠിച്ചു പോകാനൊക്കെ കുറേ കാരണങ്ങളുണ്ട്, അന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഹീൽ ചെയ്താണ് താങ്കൾ പൊയ്ക്കൊണ്ടിരുന്നത്. അതിനുശേഷം അതിനൊക്കെ കൂടുതലായിട്ട് പഠിക്കുകയും പിന്നെ മറ്റുള്ളവർ ഹീൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പഠിപ്പിച്ച് കൊടുത്ത ആ ഒരു അനുഭവം അല്ലെങ്കിൽ ഹീലിംഗ് ചെയ്തപ്പോൾ വന്ന അനുഭവം ഇതെങ്ങനെയാണ് അവർക്ക് പ്രയോജനപ്പെടുന്നത്? അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ട് സംസാരിക്കാമോ? തീർച്ചയായിട്ടും. അതായത് നമ്മൾ ആക്സസ് ബാറിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ നേരത്തെ നമ്മൾ വീഡിയോസ് എല്ലാം ചെയ്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് എന്തുകൊണ്ടാണ് നമ്മൾ ആക്സസ് ബാർ പഠിക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മൾ മഴക്കാലമാണ് അല്ലേ, മഴക്കാലമാണ്. അപ്പം കഴിഞ്ഞ മഴക്കാലത്ത് നമുക്ക് ഈ മഴയുടെ വെയിലടിച്ചു അല്ലെങ്കിൽ പെട്ടെന്ന് വെയിൽ വന്നു, മഴ വന്നു ഒക്കെ വന്നപ്പോൾ നമുക്ക് ചില ജലദോഷം, പനി എന്ന് പറയുന്ന അസുഖങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട്, ഇമ്മ്യൂണിറ്റി കുറവ് വന്നിട്ടുണ്ട്, അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഈ അസുഖങ്ങൾ വരാറുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ അതായത് ആക്സസ് ബാറിൻ്റെ ഹീലിംഗ് എടുത്താൽ പോലും ചില സിറ്റുവേഷൻസിൽ ചില വ്യക്തികളുമായിട്ടുള്ള സാഹചര്യങ്ങളും അങ്ങനെ വരുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി നമ്മുടെ എനർജി ലെവലിന് മാറ്റം വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു ഹീൽ എടുക്കുന്നതിനേക്കാളും ബെസ്റ്റ് നമ്മളിത് പഠിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് തന്നെയല്ല. അതിനകത്ത് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടും പറഞ്ഞാൽ വി ഓൾ ആർ ആൻ ഇൻഫിനിറ്റി ബീയിങ് എന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്, ശരിയല്ലേ? അതായത് ഈശ്വരൻ്റെ ഈ പ്രപഞ്ചത്തിൽ നമ്മളെ എല്ലാവരും ഈശ്വരൻ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്ന അപാരമായ കഴിവുകളൂടെയുള്ളതാണ് നമ്മൾ ഈ വീഡിയോസിലെല്ലാം നമ്മൾ പറഞ്ഞു കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കഴിവുകൾ നമ്മൾ സ്വയം തിരിച്ചറിയാതെ മറ്റൊരാൾ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ശരിയല്ലേ? അതായത് എന്നിൽ ഉറഞ്ഞു കിടക്കുന്ന കഴിവുകൾ എന്താണെന്നുള്ളത് ഞാൻ തന്നെ സ്വയം തിരിച്ചറിയാതെ മറ്റൊരാൾ പറയുകയാണ് നിനക്ക് അത് ചെയ്യ് അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ ശരിയാകും, അത് ചെയ്താൽ ശരിയാകും എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റും? അതെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിയർ കട്ടായിട്ടുള്ള ഉത്തരവാദിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആക്സസ് ബാർ ചെയ്താലുള്ള ഏറ്റവും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ 32 പോയിൻറ്റ്സിൽ ടച്ച് ചെയ്യുമ്പോഴാണ് ഇതിനെ എനർജൈസ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഇന്നർ കോറിലുള്ള നമ്മൾക്കുണ്ടാകുന്ന ഈ ബ്ലോക്കേജസിനെയൊക്കെ നമ്മൾ സ്വയം മാറ്റുന്നതിനോടൊപ്പം നമുക്ക് വിശാലമായ ഒരു സാഹചര്യം നമുക്ക് പ്രപഞ്ചത്തിൽ ഉരുത്തിരിഞ്ഞു വരും. എന്ന് വെച്ചാൽ നമ്മൾ സ്വയം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സസ് ബാർ ചെയ്തപ്പോൾ ഞാൻ നേരത്തെ പ്രാക്ടീഷണർ ആയിട്ട് നമ്മുടെ നേരത്തെ വീഡിയോസിൽ അറിയാമല്ലോ, എൻ്റെ ഏജിങ്ങും ഒക്കെ അറിയാമല്ലോ. അപ്പം നമ്മുടെ ചിന്താഗതികൾ വളരെ ചെറുപ്പമാകും. അതുപോലെ തന്നെ നമ്മൾ അനാവശ്യമായ തോട്ട് പ്രോസസ്സിലേക്ക് നമ്മൾ പോകത്തില്ല, നമ്മുടെ മൈൻഡ് സെറ്റ് ക്ലിയർ ആകും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ആക്സസ് ബാർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് പ്രായം കുറയാന്ന് പറഞ്ഞാൽ ആക്ച്വലി പ്രായം കുറയാന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറഞ്ഞാൽ നമ്മളിപ്പോൾ മുഖത്തോട്ട് നോക്കി പ്രായം കുറയാമെന്നാണ് നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതല്ല, ആക്ച്വലി നമ്മുടെ മനസ്സിനെ നമ്മൾ ചെറുപ്പകാലത്തുണ്ടായിരുന്ന ഒരു ടെൻഡൻസിയിലേക്ക് നമ്മൾ മാറ്റുക. ഇപ്പോൾ സിമ്പിൾ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ സൈക്കിൾ ഓടിക്കാറുണ്ട്, വണ്ടി ഓടിക്കാറുണ്ട്, അതും ഇതുമൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കാറുണ്ട്. പക്ഷേ നമ്മൾ ആ ചെറുപ്പകാലത്ത് ചില കുട്ടികളെ സൈക്കിളിൽ നിന്ന് വീണിട്ട് സ്റ്റിച്ചൊക്കെ ഇട്ടുകൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കിടത്താറുണ്ട്, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ കിടത്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഈ കുട്ടി വീണ്ടും ആ സൈക്കിൾ എടുത്തുകൊണ്ട് അവനത് ഓടിച്ച്, കാരണം അവനെ സംബന്ധിച്ചുള്ള അത് ഓടിച്ച് തൃപ്തിയായാൽ അവൻ്റെ ആ മനസ്സിന് തൃപ്തി വരത്തുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അതായത് നമ്മുടെ മുന്നിൽ വരുന്ന പ്രതിസന്ധികളെ നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും പ്രതിസന്ധികളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് നമ്മുടെ മുന്നിൽ വരുന്ന ക്ലട്ടേഴ്സിനെ, അതായത് നമ്മുടെ വരുന്ന ഓരോരോ സാഹചര്യങ്ങളെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ സാഹചര്യങ്ങളെ ഫോക്കസ് ചെയ്യാതെ നമ്മൾ സാധ്യതകളെ ഫോക്കസ് ചെയ്യുന്ന സാധ്യതകളെ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ആക്സസ് ബാറിലൂടെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആക്സസ് ബാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മളിപ്പോൾ ടച്ച് ചെയ്താണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇത് ഒരു ഹീലിംഗ് പ്രോസസ്സ് അല്ല. അതാദ്യം ആൾക്കാർക്ക് ആദ്യം മനസ്സിലാക്കണം, ഇതൊരു ഹീലിംഗ് പ്രോസസ്സേ അല്ല. നമ്മുടെ ബ്ലോക്കേജസ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ ടച്ച് ചെയ്യുന്നതോടുകൂടി അവിടുത്തെ ഒരു എനർജി വർക്കൗട്ട് ആകുന്ന ഒരു പ്രോസസ്സാണിത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്.
നമുക്ക് ഓരോ അഫർമേഷൻസ് എന്നല്ല പറയുന്നത്, ഇതിന് സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് തന്നെയാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മളിത് ക്ലാസ്സിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ആ വ്യക്തികൾക്ക് അത് ഏകദേശം ഒരു 85-88 പേജോളം ഉള്ളൊരു നോട്ട്സാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ നോട്ട്സിനകത്ത് നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിൽ എങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റുകളോടെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മൾ സ്വയം ഹീൽ ചെയ്യുകയും നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതോടുകൂടി നമുക്ക് 200% റിസൾട്ടിലോട്ട് നമുക്ക് കിടക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉദാഹരണം ഒരു പ്രാക്ടീഷണറൊക്കെ പോയി നമ്മൾ ഹീൽ ചെയ്യുകയാണെങ്കിൽ തന്നെ ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ മിനിമം ഒരു വീട്ടിൽ ഒരാളേലും പഠിക്കുക എന്നുള്ള ഒറ്റ ഇതിലാണ് പോകുന്നത്. നമ്മൾ ഓർക്കുന്നില്ലേ, നമ്മൾ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ പിള്ളേരുടെ ഡ്രഗ്സിൻ്റെ ഉപയോഗത്തിനെ കുറിച്ച് അല്ലേ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഡ്രഗ്സിൻ്റെ ഉപയോഗം ഇങ്ങനെ ഇത്രയും ഇത് വരാനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ല, അവരുടെ ജീവിത സാഹചര്യം, പിന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ കഴിവുകളൊന്നും പുറത്തെടുക്കാൻ പറ്റാതെ ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് പോകുന്നതൊക്കെ ആക്ച്വലി അവരുടെ മനസ്സിൻ്റെ കൺട്രോൾ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് ഇതിനകത്ത് പ്രധാന കാരണം. അപ്പം നമ്മുടെ ഈ പോളിസി കൊണ്ട് പ്രധാന ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ബ്ലോക്കേജ് ആയി കിടന്ന നമ്മുടെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഓരോ ബാറുകളുണ്ട്. ഇതിന് 32 പോയിന്റ്സ് ആണ് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ 36 ഇങ്ങനെ, അതായത് നമ്മളിപ്പോൾ ഇതിനകത്ത് എല്ലാ പോയിന്റ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പിള്ളേരുടെ ചിന്താഗതികൾ മാറ്റം വരും, അവരുടെ വിദ്യാഭ്യാസ തലത്തിലേക്ക് മാറ്റം വരും. അതാണ് എനിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞില്ല ക്ലാസ്സുകൾ പിള്ളേർക്ക് അതിന് നാഷണൽ അവാർഡ് കിട്ടിയത്. അപ്പോൾ ആക്ച്വലി ഞാൻ അന്ന് പോയി എടുത്ത പിള്ളേരെല്ലാം ഇന്ന് ഈ പ്രാവശ്യത്തെ SSLC പരീക്ഷയ്ക്ക് ഫുൾ A+ മേടിച്ച് പാസ്സായത് ഒരു സ്കൂളിൽ പാസ്സായതാണ്. അതായത് അമേനൂർ എൻ്റെ വൈഫ് അവിടെ ഗസ്റ്റായിട്ട് ടീച്ചറായിട്ട് പോയടുത്ത് ഞാൻ പോയി ചെയ്യുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ഈ എക്സാമിൻ്റെ ടൈമിൽ എക്സാമിൻ്റെ ടൈം ആയപ്പോഴത്തേനും ഒരു എക്സാമിൻ്റെ ടൈമിൽ ഒരു 10 ദിവസം മുമ്പ് ഞാൻ അവിടെ പോയി അവർക്ക് മൊത്തം ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ നമുക്കത് വെച്ചാൽ അവരുടെ അതായത് നമുക്ക് കോൺസെൻട്രേഷൻ പവറുകളെല്ലാം കൂടും. അതാണ് നമ്മൾ പിള്ളേരെ മെയിനായിട്ട് ഉദ്ദേശിച്ച് ചെയ്യുന്നതിൻ്റെ. അതെ, ഇപ്പം കുട്ടികൾക്ക് ഫോക്കസ് വളരെ കുറവാണ്. ഫോക്കസ് എന്നല്ല, ഈ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ, ഇപ്പം റീൽസിൻ്റെ കാലമാണ്, ഷോർട്സിൻ്റെ കാലമാണ്. അവർക്ക് ഒരു കാര്യത്തിൽ 1 മിനിറ്റിനുള്ളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാലഘട്ടത്തിൽ ഇത് വളരെ പ്രയോജനപ്പെടുന്നു. തീർച്ചയായിട്ടും. അതായത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതായത് ഈ കൊറോണ കാലഘട്ടത്തിന് ശേഷമാണ് പിള്ളേർ ഏറ്റവും കൂടുതൽ ഫോണിന് അഡിക്റ്റ് ആയി പോയത്. ശ്രദ്ധിച്ചിട്ടില്ലേ? അതായത് ഇപ്പോൾ വരുന്ന എല്ലാ പിള്ളേരും നമ്മൾ ശ്രദ്ധിച്ചു, എവിടെ പോയിരുന്നാലും പിള്ളേർ ആദ്യമേ ഫോൺ എടുത്ത് ഗെയിം കളിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലേ. പണ്ടത്തെ പോലെ ടെക്സ്റ്റ് വായിക്കുകയോ പുസ്തകം വായിക്കുകയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, നമ്മൾ മിനിമം ഒരു വീട്ടിൽ ഒരാളേലും ആക്സസ് ബാർ പഠിച്ചാൽ മാത്രമാണ് നമുക്ക്, കാരണം നമ്മൾ ഡെയിലി ഇതൊരു പ്രോസസ്സായിട്ട്, അപ്പോൾ നമ്മൾ രാവിലെ എടുക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഡ്രസ്സ് ഇടുന്നു, ചേഞ്ച് ചെയ്യുന്നു, കുളിക്കുന്നു, ഒക്കെ ഒരു പ്രോസസ്സാണല്ലോ. അതിനകത്തൂടെ നമുക്ക് ഇതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റം വരും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. താങ്കളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അത് മാറ്റം കൊണ്ടുവന്നത്? എൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ആക്സസ് പഠിക്കാനായിട്ട് വന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഞാനൊരു ബിസിനസ്, അറിയാമല്ലോ മാഡത്തിനറിയാം, ഞാനൊരു ബിസിനസ്സുകാരനായിരുന്നു. അപ്പോൾ ബിസിനസ്സിനകത്തെല്ലാം ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പലയിടത്തും പോയി പല കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടൊന്നും നമുക്ക് സക്സസ് ആകുന്നില്ലായിരുന്നു. സക്സസ് ആകാതെ വന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, അപ്പോൾ നമ്മൾക്ക് തന്നെ തോന്നി ഇതെന്താ ഇങ്ങനെ വരാനുള്ള കാരണം, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിൽ പലതും കണക്കൂട്ടി. അത് കഴിഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ച്, ആക്സസിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞത്. ആക്സസ് ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് വൈഫും ഞാനും ഞങ്ങൾ ഡെയിലി ചെയ്യുമായിരുന്നു, ആക്സസ് ചെയ്യുമായിരുന്നു. അപ്പം ഒരാൾ വീട്ടിൽ പഠിച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമല്ലോ, സ്വാഭാവികമാണല്ലോ. അപ്പോൾ അങ്ങനെ ഡെയിലി ചെയ്ത് കഴിഞ്ഞപ്പം 21 ഡേയ്സ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ മൈൻഡ് സെറ്റേ മാറിപ്പോയി. ഇപ്പം നമുക്കിപ്പോൾ ഇന്നൊരു കാര്യം നമുക്ക് നടന്ന് കിട്ടിയില്ല എങ്കിൽ നമ്മൾ ഇന്ന് ഭയങ്കരമായിട്ട് അങ്ങ് വിഷമിക്കുക, പക്ഷെ അത് നാളെ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ നടക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ശാഠ്യം പിടിച്ചാൽ നടക്കുമോ? അതാണ് പലർക്കും പറ്റുന്ന കുഴപ്പം. അപ്പോൾ നമുക്ക് പറ്റുന്നത് വെച്ചാൽ നമ്മുടെ ചിന്താഗതികളെയൊക്കെ നമ്മൾ ഫോക്കസ്ഡ് ആവും. അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അതിനനുസരിച്ച് ഫോക്കസ്ഡ് ആയിട്ട് പോകുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. പലർക്കും ഫോക്കസ് ഇല്ല. ഈ ആക്സസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് തന്നെയാണ്, നമ്മളെ ഫോക്കസ്ഡ് ആക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ജീവിതത്തിന് മാഡം അറിയാമോ, നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്താണെന്നറിയാമോ? നമ്മുടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അയാൾക്ക് ഏറ്റവും, അത് കൊച്ചുകുട്ടിയായിട്ട് പ്രായം ചെന്നവരായിട്ട് വാട്ടവർ ആരെങ്കിലും ആയിക്കോട്ടെ, അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട 2 കാര്യങ്ങൾ എന്താണെന്നറിയാമോ? ഒന്നെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സ്, 2 പറഞ്ഞാൽ അവരുടെ ശരീരം.
അതായത് മനസ്സ് ശരിയാണെങ്കിലേ ഉള്ളൂ ശരീരം നമ്മുടെ കൂട്ടത്തിൽ നിൽക്കത്തുള്ളൂ. ഒരു 99% ഷുഗർ പേഴ്സൻറ്റിനെ എടുത്ത് നോക്കിക്കോ, അവർ മാനസികമായിട്ട് ഭയങ്കര ഡൗൺ ആയിരിക്കും, ഭയങ്കര അസ്വസ്ഥതകളായിരിക്കും. അതുപോലെ തന്നെ ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങളാണ് ഓരോരോ രോഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ഇത് വരുമ്പം അസുഖങ്ങൾ മാറാറുണ്ടോ എന്നൊക്കെ ചോദിക്കണം. പക്ഷേ നമ്മൾ ഇത് ആക്സസിനകത്ത് ഒരിക്കലും പറയല്ല ഇന്ന അസുഖങ്ങൾ മാറുമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. ഇറ്റ്സ് എ മിറാക്കിൾ, സംഭവിക്കാം. പക്ഷേ നമുക്കതിനൊന്നും നമുക്ക് ഉറപ്പ് പറയുന്നില്ല. പക്ഷേ മൈൻഡ് എന്ന് പറയുന്ന സാധനം നമുക്ക് പിടിച്ചാൽ നിൽക്കുന്നിടത്ത് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം ആക്സസ് ബാർ എല്ലാവരെയും പഠിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് നമ്മുടെ ലക്ഷ്യം. ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ ഒരുപാട് പേരും ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നൊരവസ്ഥ കാണാറുണ്ട്. അതായത് പണ്ടൊക്കെ അതൊരു നാണക്കേടായിരുന്നു. അതായത് എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലൊരു നാണക്കേടാവും, അല്ലെങ്കിൽ വീട്ടുകാർക്കൊരു നാണക്കേടാവും. പക്ഷേ ഇപ്പം അതൊക്കെ മാറ്റി വെച്ചിട്ട് ജീവിക്കണം എന്നുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കണ്ട് മെഡിസിൻ കഴിക്കുകയോ കൗൺസിലിംഗ് എടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് കാണാറുണ്ട്. ഒരുപാട് പഠിക്കുന്നവരുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു മേഖലയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ പോയി ഒരു മെഡിസിൻ കഴിച്ച് നമ്മുടെ ഇത് സപ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് വേണ്ടി ഒരുപാട് പൈസ ചിലവാക്കി അല്ലെങ്കിൽ അത് എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നൊക്കെ ഈ പറഞ്ഞ ആക്സസ് ബാർ എന്ന് പറയുന്ന ഹീലിംഗ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് നമ്മളെ ഒരുപാട് തലങ്ങളിലേക്ക് അല്ലെങ്കിൽ ആശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ്. ഉറപ്പാണ്. അതിന് എൻ്റെ ജീവിതത്തിലെ വലിയ അനുഭവമായിരുന്നു. എൻ്റെ വീടിനടുത്തൊരു കുട്ടി ഉണ്ടായിരുന്നു. അത് +2 പഠിക്കുന്ന കുട്ടിയായിരുന്നു. ആ കുട്ടി ഇതുപോലെ എന്തോ ഇതായിട്ട് അതിനകത്ത് പഠിത്തത്തിലൊക്കെ ബുദ്ധിമുട്ടായി പോയി. പഠിത്തത്തിലൊക്കെ വളരെ സ്ലോ ആയിപ്പോയി. സ്ലോ ആയി കാണിച്ചാൽ അവസാനം അവർ ഇതുപോലെ ഡോക്ടേഴ്സിനൊക്കെ കൊണ്ടുപോയി കാണിച്ചിട്ട് ഒരു ദിവസം 13 ഗുളികയോളം കഴിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കറക്റ്റായിട്ട് 21 ദിവസം എൻ്റെ ഇടയ്ക്ക് വന്ന് ഹീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ വിശ്വസിക്കരുത്, നിങ്ങളെ തന്നെ വിശ്വസിക്കും. അതിനുശേഷം ഇവർ ഡോക്ടറെ പോയി കണ്ടതിന് ശേഷം ഇപ്പോൾ ആ കൊച്ചു ഒറ്റ ഗുളിക കഴിക്കുന്നുള്ളൂ. അതായത് ഇപ്പം ഏകദേശം ഇപ്പോൾ ഒരു 6 മാസത്തിന് മേലെയായി ഞാൻ ആ കൊച്ചിന് ചെയ്തിട്ട്. അതാണ് ആക്സസിൻ്റെ ഗുണം. അതായത് എൻ്റെ കഴിവല്ല, നമ്മുടെ ആരുടെയും കഴിവല്ല, അത് നമ്മുടെ ബോഡി തിരിച്ചറിയും. നമുക്ക് ഇന്ന രീതിയിൽ പോയാലാണ് നമ്മുടെ മൈൻഡ് എന്ന് നമ്മുടെ കൺട്രോളിൽ വരുന്നോ അന്നേരം നമ്മുടെ എല്ലാ കാര്യങ്ങളും ശരിയാകും. ഈ സാമ്പത്തിക ബുദ്ധിമുട്ടായിക്കോട്ടെ, മാനസിക സംഘർഷങ്ങളായിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എല്ലാം മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത് ഇപ്പം ഹീലിംഗ് ആവശ്യമുള്ള വ്യക്തി ഇപ്പം നേരിട്ട് തന്നെ വന്ന് കാണേണ്ട ആവശ്യമില്ല, അതോ ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. പലരുടെയും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഡിസ്റ്റൻസ് ഹീലിംഗ് ആണെന്ന്. പക്ഷേ ആക്സസിനകത്ത് ഡിസ്റ്റൻസ് ഹീലിംഗ് അല്ല. ആക്സസ് ഈസ് എ ടച്ച് പ്രോസസ്സാണ്. ടച്ച് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സാണ് ആക്സസ്. നമ്മൾ ഈ പോയിന്റ്സിലൊക്കെ തന്നെ വിരൽ വെച്ച് ടച്ച് ചെയ്ത് നമ്മൾ തന്നെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതേ ഉള്ളൊരു പലപ്പോഴും ഇതായിട്ട് വരും. ചില വിദേശത്തൊക്കെ ഉള്ളവർക്ക് ഇപ്പം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വരേണ്ടി വരും, നമ്മുടെ സ്ഥലത്ത് വരേണ്ടി വരും എന്നുള്ളതാണ്. അത് തന്നെ നമ്മുടെ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മുടെ സൈറ്റിനകത്ത് അതായത് ആ കൺസേൺഡ് സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ ഡീറ്റെയിൽസ് എല്ലാം വെബ്സൈറ്റിനകത്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അവരെ കോൺടാക്ട് ചെയ്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് നിർബന്ധം. അല്ലെങ്കിൽ അവർക്ക് ഓൺലൈനിൽ പഠിക്കാൻ പറ്റില്ല. ഓഫ്ലൈനിലേ ഇതിന് പറ്റത്തുള്ളൂ. ഓഫ്ലൈൻ എന്ന് വെച്ചാൽ അതായത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൺലൈനായിട്ട് ഇതിന് ക്ലാസ് ഇല്ല. ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഹയർ ലെവലുകളൊക്കെയാണ് ഓൺലൈൻ ക്ലാസ്സുകളുള്ളത്. ഇതിൻ്റെ ബേസിക് ലെവലുകളൊന്നും ഇതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് ആക്സസ് ബാർ എന്ന് പറയുന്നത്. ആക്സസ് ബാർ എന്ന് പറഞ്ഞാൽ വലിയൊരു സാഗരം തന്നെയാണ്. അതിൻ്റെ അകത്ത് ആക്സസിൻ്റെ ഒരു സൈഡ് മാത്രമാണ് ഈ പറയുന്ന ആക്സസ് ബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോരോ ഹീലിംഗ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ആ വ്യക്തികളുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്കറിയാൻ പറ്റും. അതായത് എൻ്റെ തന്നെ മാഡത്തിന് തന്നെ മനസ്സിലായില്ല, എൻ്റെ മുഖത്തിന് തന്നെ ഒരുപാട് വ്യത്യാസം വന്നില്ല. ഞങ്ങൾ ഒരു ദിവസം പോലും ഞങ്ങൾ ഹീലിംഗ് ഇത് മാറ്റാറില്ല. കൃത്യം ഒരു 20 മിനിറ്റ്സ് കിട്ടിയെങ്കിൽ പോലും നമ്മളത് പ്രോസസ്സ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സുകളാണ്. അപ്പം തന്നെയല്ല, ഇപ്പോൾ ഈയിടെയായിട്ട് എൻ്റെ ഇടയ്ക്ക് കുറേ ഡോക്ടേഴ്സും ഒക്കെ വരുന്നുണ്ട് പഠിക്കാനും ഒക്കെ ആയിട്ട്. ഞാൻ അങ്ങനെയായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കൃത്യമായ ഒരു വരി അല്ലെങ്കിൽ അത് പഠിച്ച് നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. അല്ല, നമുക്കതിനകത്ത് പ്രത്യേകം പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിന് നോട്ട്സ് ആയിട്ടുണ്ട്. നമ്മൾ നോട്ട്സ് ജസ്റ്റ് വായിച്ചാൽ മതി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ വേദമന്ത്രങ്ങളും അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ അങ്ങനെ പല ഇപ്പോൾ എല്ലാ ഓരോരോ എന്താ പറയുക, അതായത് നമ്മൾ ജാതി പറയരുതെന്നാണ്. നമുക്കിത് ജാതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമല്ല കേട്ടോ. അതായത് ഒരു അങ്ങനെ പോകുന്നൊരു സംഭവമല്ല. അതായത് നമ്മളിപ്പം ക്രിസ്ത്യൻ മിഥോളജി അല്ലെങ്കിൽ മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഹിന്ദു അങ്ങനെ ഒരു മിഥോളജി പ്രകാരം നമുക്ക് ഓരോരോ പ്രാർത്ഥനാ രീതികളുണ്ടല്ലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലല്ലോ നമ്മൾ ഇതൊക്കെ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ നമ്മൾ കുറേ പ്രാവശ്യം കണ്ടിന്യൂസ്ലായിട്ട് ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ എനർജി ലെവൽ മാറുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇതിനകത്ത് ഇംഗ്ലീഷിലാണ് നോട്ട്സ് എങ്കിൽ പോലും ഇംഗ്ലീഷ് അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല.
നമ്മളിത് കൃത്യമായിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നതിനനുസരിച്ച് നമുക്ക് ഭയങ്കരമായിട്ടുള്ള മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഇതെന്ന് പറഞ്ഞാൽ ഇതിന് കൃത്യമായ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഫോളോ അപ്പ് നമുക്ക് വേണം. അല്ലാതെ നമ്മൾ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇന്ന് എല്ലാം സംഭവിക്കും എന്നുള്ള രീതിയിലല്ല ഇത് കൊണ്ടുപോകേണ്ടത്. ഇതൊരു ഗ്രാജുവൽ ആയിട്ടുള്ളൊരു പ്രോസസ്സായിട്ട് തന്നെ നമ്മൾ ഇതിനെ കണക്കാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ്സ് ഇത്ര പ്രാവശ്യം ഒരു ദിവസം പറയണമെന്നുണ്ടോ? അതുണ്ട്. അതൊക്കെ നമ്മൾ ക്ലാസ്സിലാണ് കൂടുതൽ പറയുന്നത് ക്ലാസ്സിൽ. അതായത് എല്ലാ ദിവസവും പറയുകയും വേണം, ഒരു ദിവസം ഇത്ര. അല്ല, നമ്മുടെ എന്താണോ ആവശ്യം ആ ആവശ്യത്തിനനുസരിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് യൂസ് ചെയ്യാം. അല്ലാതെ നമ്മൾ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും പറയണം നിർബന്ധമില്ല. മനസ്സിലായി? ആവശ്യം സംഭവിക്കുന്നവരെയാണ് പറയേണ്ടി വരിക അല്ലേ? ആ സംഭവം സംഭവിക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹീലിംഗ് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് കൂടെ പറയുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ കാതലായ മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ട്. കാതലായ മാറ്റം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയ്യുന്ന വ്യക്തികളും അവരുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളിലുമാണ് ഇതിൻ്റെ മാറ്റം ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മളിൽ മാത്രമല്ല മാറ്റം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇത് ആക്സസിന് സമൂഹത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം അതുകൊണ്ട്.